ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ഒന്നൊന്നര ടേസ്റ്റുള്ള കുജ്ജപ്പം ഉണ്ടാക്കിയാലോ. അപ്പോൾ എല്ലാവരും എന്തൊക്കെയാണ് വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാർ എടുക്കുക. കുയ്യപ്പത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി കുയ്യപ്പം ഉണ്ടാക്കിയാലോ. അത് മിക്സിൻ്റെ ജാറിൽ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇനി നാട്ടുവർത്തമാനം പറഞ്ഞ് നേരം കളയുന്നില്ല. നേരെ മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ അരിയിട്ട് കൊടുക്കുകയാണ്. വെള്ളം വാർത്തെടുത്തിട്ട് ഇട്ടെടുക്കുക. കുറുക്ക് പരുവത്തിലാണ് നമ്മൾ അരി അരച്ചെടുക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവുകയാണ്. ശർക്കര ഞാൻ ഉരുക്കാൻ വെച്ചിട്ടില്ല. അതൊക്കെ നിങ്ങളുടെ അളവിന് നിങ്ങൾ ഉരുക്കാൻ വെക്കുക. എൻ്റെ അളവിന് ഞാൻ ഉരുക്കാൻ വെക്കുക. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കണക്ക് എന്നുള്ളത്. അതിനൊന്നും പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. ഞാനത് എങ്ങനെ ഉണ്ടാക്കലെന്നാണ് ഇപ്പം ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കണ്ടേ? നിങ്ങൾക്ക് എളുപ്പത്തിൽ കുജ്ജപ്പം ഉണ്ടാക്കണ്ടേ? കുജ്ജപ്പം ഉണ്ടാക്കണമെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കണം. അതിന് വേണ്ടിയാണ് അപ്പോൾ ഞാൻ ഇവിടെ വന്നത്. നിങ്ങൾക്ക് ശരിക്ക് കാണുന്നില്ലേ? ഇല്ലേ? നിങ്ങൾക്ക് ശരിക്ക് കാണുന്നില്ലേ? നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾക്ക് കേൾക്കണില്ലേ? ഏതായാലും നമ്മൾ മിക്സിൻ്റെ ജാർക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോവാണ്. കോഴിമുട്ട നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾക്കും വേണ്ടി അവതരിപ്പിച്ച വീഡിയോ ആണ്. നമ്മൾ തിന്നുന്നുണ്ടെന്നുള്ളൂ. അപ്പോൾ ഒരു കോഴിമുട്ട പൊട്ടിച്ചാൽ നമ്മൾ ഇതിക്ക് ഒഴിച്ചെടുക്കാം. അടുത്തായിട്ട് നമ്മൾ നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നല്ല, മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുന്ന തേങ്ങയാണ്. തേങ്ങത്തിനിടണ നല്ല ടേസ്റ്റ് ഇട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റം എന്തായാലും ഉണ്ടാക്കണം, നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കണം. അതും മൈസൂർ പഴം ചേർത്തിട്ട് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അല്ലേ? ആണേ. അപ്പോൾ നിങ്ങളും ചേർത്തോളി, ഞാനും ചേർത്തിട്ടുണ്ട്. എത്രണ്ണം ചേർക്കണം? 2 ചേർത്തോളി, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് ഉണ്ടാക്കി നോക്കിക്കോളി എന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്തായിട്ട് നമ്മൾ എന്തായിട്ട് ഇടേണ്ടത്? നമ്മൾ ഇടേണ്ടത് എന്താ വെച്ചാൽ കറുകപ്പട്ട, ഏലക്കായ, ഗ്രാമ്പു നമ്മൾ ഇടണ്ട കേട്ടോ. 2-3 കറുകപ്പട്ട, 2-3 ചെറിയ ഏലക്കായ അതും കൂടി ചേർത്തിട്ട് നമ്മൾ ഇതിക്കിട്ടിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കണം. ഞാൻ എന്താ വോയിസ് മാറ്റിയെന്നല്ല, വോയിസ് വെട്ടി കൊടുത്തേക്കാണ്. എന്താ വെച്ചാൽ എൻ്റെ ഈ തപ്പിത്തടഞ്ഞില്ല പറച്ചിലൊക്കെ അതിലാറ് നല്ല ഇച്ചുകൊണ്ട് ഓഡിയോ എടുത്തിട്ട് മുന്നോട്ട് പോകണം. എന്നാൽ പിന്നെ എളുപ്പത്തിലും കഴിച്ചെന്ന് വിചാരിച്ച് അങ്ങനെ വന്നാലേ നമ്മൾ ഇട്ടെടുക്കുന്ന നല്ല ജീരകം. നല്ല ജീരകം നല്ലൊരു ഐറ്റമാണ്. നല്ല ജീരകം ഉണ്ടായാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ എന്തൊക്കെ ഇട്ടത്? നമ്മൾ അരി ഇട്ട് നിങ്ങൾ കണ്ടില്ല? നിങ്ങളൊക്കെ കണ്ടിട്ടെന്ന് വിചാരിച്ചാണ്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. നമ്മളിനിയിപ്പോൾ എന്തത്തെ ഇപ്പോൾ കൂടുതൽ പറയാൻ, ഒരു ഇഞ്ചിക്കണ്ട ഉണ്ടെങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലൊരു ഐറ്റം ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇഞ്ചിക്കണ്ടം വേണം എന്നാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്നാണ് നമുക്ക് വിചാരിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇഞ്ചിയാണ്, നല്ലോണം കണ്ടോളൂ. ഇത് ഇഞ്ചിയാണ്. ഇഞ്ചിക്കണ്ട കഴുകിയാണ്ട് തൊലിയൊക്കെ കളഞ്ഞാണ്ട് സൂപ്പറാക്കിയാണ്ട് തീക്കാൻ ഇട്ടെടുത്ത ഞെത്തിനപ്പോൾ ഞാനത് തിന്നയില്ലേ? എനിക്കറിയില്ല. ഏതായാലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പാകത്തിന് ഉപ്പിട്ട് എടുക്കേണ്ടത്. നെയ്ച്ചപ്പത്തിലായാലും കുഴിച്ചപ്പത്തിലായാലും ഏത് ഐറ്റം മധുരം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഉപ്പിടാതെക്കാൻ പറ്റില്ല. ഉപ്പുണ്ട് എഴുതിയാണ് മധുരം ഇടാനും ഇടാതെക്കാനും പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ഇട്ടുകാണ്ട് ലെവലാക്കണ്ടേ, മധുരത്തിന് ബാലൻസ് ചെയ്ത് നിർത്തണ്ടേ. പാച്ചെള്ളം പാരാൻ നിന്നപ്പോൾ ജേഗിൻ്റെ മൂടിയാണല്ലോ അതിലേക്ക് ചാടിക്കണേ. നമുക്കിതൊന്ന് കുറുക്കി കൊണ്ടുവരാം. ശർക്കര പാനി ഉണ്ടാക്കാം. ഇന്നാലല്ലേ ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ല ഇപ്പം എന്താ ഞാൻ ചെയ്യണമെന്ന്? അപ്പോൾ മിക്സിൻ്റെ ചാർക്ക് എല്ലാം ഇട്ടുകാണ്ട് നമ്മൾ അരച്ചുകാണ്ട് അരപ്പവിടെ റെഡിയാക്കി വെച്ചിക്കണമെന്ന്. അതായത് മിക്സിൻ്റെ ജാറിലെ നമ്മൾ ശർക്കര പാനിയും ചേർത്ത് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താകൂല, നമ്മളെ മിക്സിൻ്റെ ജാറങ്ങോട്ട് കേടരുന്ന്. അതുകൊണ്ടാണല്ലോ നമ്മൾ കുറുക്ക് പരുവത്തിൽ ഇതുപോലെ ശർക്കര കുറുക്കി കൊണ്ടുവന്നത്. നിങ്ങൾക്ക് എത്ര അളവ് മാണ്ടിയത് അത് നിങ്ങളെല്ലാം എടുക്കണ്ടേ. ഞാൻ അപ്പം എൻ്റെ അളവ് മാണ്ടിയ പോലെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നമ്മുടെ മാവ് നല്ലോണം അരിഞ്ഞിക്കണെന്ന്. അതായത് മിക്സിൻ്റെ ജാറിൽ ശർക്കര പാനിയും ചേർക്കാതെ അരച്ചാലേ പെട്ടെന്നാണ് അരിഞ്ഞിട്ടെന്നാണ് ഇപ്പം പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈ കുറുക്കിയ സാധനം ഉണ്ടല്ലോ, ചക്കരപ്പാനിയല്ലേ, നമുക്ക് ഇതിക്കാണ്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക. ഒഴിച്ചെടുക്കുമ്പോൾ ഇതുപോലെ അങ്ങോട്ട് ആയി കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യല്ലേ, നമ്മളെന്തെങ്കിലും മറന്നിട്ടുണ്ടാവും, എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഞാൻ കാട്ടിയത് ഇതിന് പരുവം നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. വീഡിയോ കൊണ്ട് വൈൻഡപ്പ് ആക്കാൻ പോകല്ലേ. നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കൊടുക്കാൻ നമ്മൾ വൈൻഡപ്പ് ആക്കി പോകണം. എത്തൊക്കെയാണ് ഞാൻ കാട്ടിക്കൂട്ടണം ഇച്ചറിയില്ല. എന്നാലും നിങ്ങൾക്ക് ഞാൻ ശരിക്കും പറഞ്ഞുതരും. കോലം പോലെ പറഞ്ഞതിൻ്റെ പിന്നെ ഒരു വീഡിയോ എടുത്തിട്ടില്ലേ. അപ്പോൾ നമ്മൾ ശർക്കര പാനി ആ മിക്സിൻ്റെ ജാർക്ക് വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊണ്ടുവന്നോ. നിങ്ങൾക്ക് മനസ്സിലായില്ല ഇപ്പം അത് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊണ്ടുവന്നാൽ അതങ്ങോട്ട് കലങ്ങി കിട്ടുമെന്ന്. ചക്കര പാനി അരച്ച മാവൊക്കെ പാടൊന്ന് ലയിച്ച് ചേരുമെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്നാണ് നമ്മൾ വിചാരിച്ചത്. നമ്മൾ ചട്ടി വെച്ചിരിക്കണം. ഈ ചട്ടി എന്തൊക്കെയാണ് വെച്ചതെന്നല്ലേ ഞങ്ങൾക്ക് പറഞ്ഞത്. നല്ലോണം പറഞ്ഞുതരാം. പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ എനിക്കൊരു ഇടങ്ങാറാണ്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു തന്നെ. ചട്ടിക്ക് തിരിച്ചൊടിച്ചാണ് ഞാൻ എങ്ങോട്ടാണ് പോയത്. ചട്ടിക്ക് തീ കൊടുത്തുകൊണ്ട് നമ്മൾ പോയത് കരിഞ്ചീരം കഴിക്കാനാണ്. കരിഞ്ചീരം കഴിക്കാണ്ട് തീക്കാൻ തട്ടിക്കൊടുക്കാണ്. കജ്ജിലിട്ട് കഴിക്കുകൊണ്ട് തന്നെ കജ്ജിൽ തന്നെ ഒട്ടിപ്പൊടിച്ച് എത്താ കാട്ടുന്നത്. അങ്ങനെയൊക്കെയാണ് ഇപ്പം ഇന്ന് ചെയ്യാൻ തോന്നിയത്. ചെയ്യാൻ പറ്റുന്ന കോലത്തിലൊക്കെ ഞാനാണ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളാണ് ഉണ്ടാക്കിക്കോളി. നല്ല അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എനിക്കത് മാത്രമേ അറിയുള്ളൂ. സത്യസന്ധതയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാത്തപ്പോൾ ഞാൻ പറയാം നിങ്ങളോട് പത്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ. അപ്പം നെജ്ജ് വെച്ച് കാണാൻ ഉണ്ടാക്കുമ്പോഴാണ് കുയ്യപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. കുയ്യപ്പം എന്നാണ് ഞങ്ങളെ നാട്ടിൽ കുയ്യപ്പം എന്നാണ് പണ്ടുള്ള ആൾക്കാരൊക്കെ പറയാം.
ഇപ്പം എന്താണെന്ന് അറിയില്ല, എനിക്ക് ഈ കുജ്ജപ്പം നെജ്ജപ്പം എന്നൊക്കെ പറഞ്ഞു പോവാണ് എളുപ്പം. അതാകുമ്പോൾ പണ്ടേ നമ്മളതാ ശീലിച്ച് പോകുന്നത്, അതുകൊണ്ട് എളുപ്പം അതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിച്ചാണ്. ഏതായാലും നമുക്ക് ഇതാണ് എളുപ്പം, അതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതി തിരഞ്ഞെടുത്ത്. എത്തപ്പോൾ നമ്മൾ കാട്ടിയത് നമ്മൾ പറയാൻ മറക്കും ചിലപ്പോൾ നമ്മൾ കാട്ടിയത് എന്താ പറയുക, ഞാൻ ഇപ്പോൾ മറന്നുകണില്ലേ. ഇത് ഞാൻ പറയേണ്ട ഒന്നും കൂടി പറയണം. കരിഞ്ചീരകം ഉണ്ടല്ലോ, കരിനതിൻ്റെ മുമ്പ് കരിഞ്ചീരകം നമ്മൾ ഈ ചട്ടിയിൽ നിന്ന് ഇതിലേക്ക് മാറ്റണം. ആ ചട്ടിക്ക് ആ മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ ചട്ടിയിൽ എത്തൂല പൊട്ടന്മാരെ. ഇത് ചട്ടി ചൂടായതല്ലേ, അതുകൊണ്ട് അങ്ങോട്ട് ഒഴിച്ചണ കാര്യം ആലോചിച്ചിട്ടുണ്ട. ഇങ്ങോട്ട് ചട്ടിയിൽ നിന്ന് ഇതിക്ക് ഒഴിച്ച് കണ്ട് നിർത്താതെ ഇളക്കണ കാര്യം മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ ഇതിന് ചൂടാറിയിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിപ്പോൾ ഞാൻ ചൂടോട് കൂടിയല്ലേ ചെയ്യണത്, അല്ലെങ്കിൽ ഇപ്പോൾ ചൂടാറിയിട്ട് ചെയ്താൽ പോരെ. ഇതിപ്പോൾ തന്നെ ചൂടണം വല്ല നിർബന്ധമുണ്ടോ? അല്ലേ, എനിക്ക് പിന്നെ ഉണ്ടാക്കി വെച്ച സാധനമൊക്കെ പാടം കലക്കിയാണ്ട് അപ്പം തന്നെ ചൂട്ടാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ സമാധാനം അതേപോലെ നിങ്ങൾ ചെയ്താൽ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കട്ടകുത്തിയൊക്കെ നിൽക്കുന്നാലും നമ്മളിത് അഡ്ജസ്റ്റ് ആക്കുന്നു. നമുക്ക് ചട്ടി വെച്ച് വേണം ചുട്ടാലോ, എന്നാലേ ഒരു രസം കിട്ടുള്ളൂ. ആ ചൂടോട് കൂടിയാണ് ചൂട്ടാൻ തിന്നുന്ന രസമല്ലേ, അത് വേറെ തന്നെയാണ്. എനിക്ക് എന്തായിട്ട് ഉണ്ടാക്കിയാലും പെട്ടെന്ന് അങ്ങോട്ട് ആഡംബരം എന്നുള്ള സ്വഭാവമാണ്. നിങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കിയോളൂ. ഞാൻ ഇപ്പോൾ ഇത് കുറേ കലക്കിയിട്ട് കാര്യമില്ല. നാട്ടുവർത്താനം പറഞ്ഞാൽ കുറേ കലക്കൽ കൂടിയില്ലേ. ഇനി മധുരം ഉണ്ടോയെന്ന് നോക്കണ്ട നിങ്ങൾ പറഞ്ഞാണ്. എന്തോ ഒരു ടേസ്റ്റ് അല്ലേ, അങ്ങനെയൊക്കെ മധുരം ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് എല്ലാം ഇഷ്ടമാണ്. ആ പച്ചപ്പൊടി വാരി കലക്കിയാണ് കുടിച്ചണത്. പണ്ടേ അത് കുടിച്ചാൽ മയക്കൂലേനി എത്തപ്പോൾ കാട്ടണത്. അത് ഇപ്പം ഞാൻ മക്കൾ വന്ന് ചോദിച്ചാൽ ഓൽക്കൊരു തുള്ളി കച്ചിക്കാൻ പറഞ്ഞു കൊടുക്കൂട്ടോ. ഓൽക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അത്ത കാട്ടണം. അതൊക്കെ വലിച്ചു കുടിച്ചാൽ നമ്മൾ പള്ളവേദന ഉണ്ടാവും. നമുക്കിത് ചുട്ടുന്നാണല്ലേ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളൊരു റിങ്ങിൻ്റെ ഒരു സ്റ്റാൻഡ് നമ്മളെ ഇതിൻ്റെ മേലേക്ക് കയറ്റി വെച്ചിട്ടോ, അല്ലെങ്കിൽ ഈ കുജ്ജപ്പം അടുപ്പിക്കാൻ ചാടും. അതുകൊണ്ട് നമ്മൾ ആ കുജ്ജ് അടുപ്പിക്ക് ചാടാൻ പറ്റൂലേ. അതുകൊണ്ട് റിങ് ഉണ്ട് കേട്ടോ അതിൻ്റെ ചോട്ടിൽ. ഈ കുജ്ജപ്പച്ചട്ടിൻ്റെ നേരെ താഴത്തെ റിങ് ഉണ്ടാവും. ഒന്ന് വീഡിയോ എടുക്കാൻ നമുക്ക് ഓർമ്മ കിട്ടിയില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ റിങ് ഇല്ലെങ്കിൽ സ്റ്റാൻഡ് ഇപ്പുറത്തേക്ക് കയറ്റി വെക്കുക. ഇപ്പുറത്തെ അടുപ്പിൻ്റെ സ്റ്റാൻഡ് അപ്പുറത്തേക്ക് കയറ്റി വെച്ചിട്ട് അതിൻ്റെ മേലെ റെഡി നിന്നിട്ടില്ലെങ്കിൽ ആകെ പാളിപ്പോട്ടോ. നിങ്ങൾക്ക് ഞാൻ മാവിൻ്റെ പരുവം കാണിച്ചു തന്നെ. നിങ്ങൾക്ക് ഇപ്പം എത്തപ്പം ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോണേ, ഇച്ചറിയില്ല. എത്തപ്പോൾ വീഡിയോ തല തിരിഞ്ഞു പോയത്. അത് പഠിച്ചോനെ തമ്പുരാൻ ഇനി അയച്ചിങ്ങനെ എഡിറ്റ് ചെയ്യേണ്ട കോല. സത്യം പറയുകയാണെങ്കിൽ ചക്കരപ്പാനിയെ ഉരുക്കിയാണ്ട് പിന്നെ രണ്ടാമത് വെള്ളം പറഞ്ഞ് ഞാൻ നോക്കിയിട്ടും കാണാലേനി. ആ വീഡിയോ ഇവിടെ കുത്തിറക്കിയാനി എത്തിനാ വീഡിയോ വെച്ച് ഇവിടെ ഇടങ്ങേറിക്കാണ്ട് കുത്തിറന്നീന്. ഇച്ച് മനസ്സിലായില്ല. ഞാൻ കാണാല്ല വിചാരിച്ചു. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ, ഞാൻ മറന്നിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ കുറേ തെറ്റിദ്ധരിച്ചു. അപ്പോൾ ഞാൻ മിക്സാക്കണ കോലം കാണിച്ചു തരായിട്ട് എന്തോ ഒരു ഇടങ്ങേറുണ്ടായി. നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിച്ചാണ്. അവിടെ മിക്സാക്കിയിട്ടില്ല ഇവിടെ കൊണ്ടുവന്ന് മിക്സാക്കിയല്ല. അല്ലാത്ത കാട്ടിന് കുറേ എഡിറ്റ് ചെയ്യാനൊന്ന് ഇച്ച് വെച്ചാന്ന്. കാരണം ഈ യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ പിന്നാലെ നടന്നാലേ നമ്മളെ നേരം പോയി കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ ഒക്കെ വീഡിയോ എടുക്കുക. അതിന് സഹകരിക്കാൻ പറ്റുന്നവർ സഹകരിക്കുക, ലൈക്ക് ഇടാൻ പറ്റുന്നവർ ലൈക്ക് ഇടുക. എൻ്റെ വെള്ളം കൂടി പോണ കോലത്തേക്കാണല്ലോ ഞാൻ കൊണ്ടായത്. നിങ്ങൾക്ക് ഞാൻ കറക്റ്റ് പറഞ്ഞു തന്നെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതന്നെ ഞാൻ വിശ്വസിക്കണം. തന്നെയാണ് ഞാൻ ചെയ്തിരിക്കണത്. എന്താ പിന്നെ ഞാൻ ചെയ്ത് പിന്നെ രണ്ടാമത് ജസ്റ്റ് ഒന്ന് ആ ശർക്കര പാനി ഒന്ന് മിക്സാക്കി കൊണ്ടുവന്നാണ്. അതാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. ചക്കരപ്പാനി മിക്സാക്കി കൊണ്ടുവന്നു. അത് മിക്സിൻ്റെ ജാർക്ക് പാർന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊണ്ടുവന്നാൽ അതിൽ ഇങ്ങനെ കയ്യിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണ്ടല്ലോ വിചാരിച്ച് കണ്ടാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ ചെയ്തുകൊണ്ട് നമ്മളിത് ഇവിടെ റെഡിയാക്കിയാണ്. നമ്മളിപ്പോൾ എത്തിനതിലൊക്കെ പാളി വെക്കണമെന്ന് വെച്ചറിയില്ല. അതിൽ എല്ലാം ഉള്ള കല്ലൊക്കെ ഉണ്ടാക്കാനേക്കാൾ ആ പാളി വെക്കി. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയ പരുവം കാണിച്ചതായിട്ട് എന്തോരം ഇടങ്ങേറുണ്ടായി. ആ പരുവാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരുവം റെഡി ആയിട്ടില്ലെങ്കിൽ ഇതിൽ കുറച്ച് മൈദപ്പൊടി ഇടാം. ഇപ്പം നമ്മുടെ പരുവം റെഡി ആയി കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇനി കുറേ നേരം പരുവം റെഡിയാക്കി ഇവിടെ കുത്തിർന്നാൽ ശരിയാവില്ല. നമ്മൾ ചട്ടി വെച്ചില്ലേനോ. അല്ല മക്കളെ, നമ്മൾ പിന്നത്തെ വീഡിയോ ആണ് ഈ കാണുന്നത്. ഈ VN പറഞ്ഞാൽ എഡിറ്റ് ചെയ്യണ ആപ്പിനെ കുറച്ച് നേരം ചിലപ്പോൾ നല്ലയിൽക്കാണെങ്കിൽ ചിലപ്പോൾ നല്ലയിൽക്കാവൂലാന്ന്. അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. എന്നാലും നിങ്ങൾക്ക് റെസിപ്പി ഞാൻ പറഞ്ഞതിൽ കറക്റ്റ് ആണല്ലോ, പറഞ്ഞു തരണമല്ലോ. നിങ്ങൾക്ക് പറഞ്ഞുതരാതൊക്കാൻ പറ്റൂലല്ലോ. അത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോയി നിങ്ങൾ ടെൻഷനാകണ്ട. നിങ്ങൾക്ക് ഞാൻ ശരിക്കാൻ പറഞ്ഞതാണ്. അപ്പുറത്തെ സ്റ്റാൻഡ് ഇപ്പുറത്തേക്കൊക്കെ, ഇപ്പുറത്തെ സ്റ്റാൻഡ് അപ്പുറത്തേക്കൊക്കെ, അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാം കോലം പോലെ പറഞ്ഞത്. അതായത് കുജ്ജപ്പത്തെ ചട്ടിൻ്റെ നേരെ താഴത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഒരു സ്റ്റാൻഡ് പറഞ്ഞാൽ അതായത് പണ്ട് ഉണ്ടല്ലോ കിണറിനൊക്കെ നമ്മൾ റിങ് ഇടൂല. റിങ് മുകളിൽ താഴത്ത് റിങ് ഇടുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞത്. മുകളിലുണ്ടല്ലോ നമ്മൾ എന്തപ്പോൾ നിങ്ങളോട് പറയാം, വെള്ളം മുക്കുമ്പോൾ ഒരു റിങ് ഉണ്ടാവില്ല. പണ്ടൊക്കെ അറിയില്ല, പറഞ്ഞു തരാൻ അറിയില്ല. അങ്ങനത്തെ ഒരു സാധനം വട്ടത്തിലുള്ള സാധനം ഞാൻ ആ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ അപ്പുറത്തെ സ്റ്റാൻഡ് ഇപ്പുറത്തേക്കൊക്കെ, അത് ഞാൻ ഒരട്ടം പറഞ്ഞു വെച്ചറിയില്ല. ഇടയ്ക്കിടയ്ക്ക് എഡിറ്റ് ചെയ്യുന്ന സാധനം സ്റ്റക്കായിട്ടാണ് കുട്ടികൾ എന്നിപ്പോൾ ഇങ്ങനെ ആയത്. നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് വിചാരിച്ചിന്. ആദ്യം കുറേ കുജപ്പം പാറിന വീഡിയോ എടുത്ത് പിന്നത്തെ എണ്ണ പാറിന വീഡിയോ എടുത്തിക്കണില്ലേ. ഞാൻ അപ്പോൾ വീഡിയോൻ്റെ ഒപ്പം പായാണ് ഞാനേന്ന്. കാരണം ഈ വീഡിയോനെ പിടിച്ചിട്ട് കിട്ടണില്ലാന്ന്. വീഡിയോ പാഞ്ഞ് വെച്ചില്ല കാണുന്നത്. ചിലപ്പോൾ ഒന്നല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ട് തല തിരിഞ്ഞ് വയ്ക്കുക. എത്ര കാട്ടുന്നത് വീഡിയോൻ്റെ ഒപ്പം പായല്ല എത്ര കാട്ടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എണ്ണ ഇട്ട് വെച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മൾ കുജപ്പത്തേക്ക് നേരെ കൊണ്ടുപോയിക്കാണ്ട്
എന്താക്കാൻ പാടില്ല, മാവ് ഒഴിച്ചെടുക്കാൻ പാടില്ല, എണ്ണ ഒഴിച്ചെടുക്കണം. നല്ല എണ്ണ ഒഴിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ നിറച്ചങ്ങോട്ട് ഒഴിച്ചെടുക്കുക. ഇനി നമുക്ക് ചൂടായിക്കണമെങ്കിൽ മാത്രം അത് ഒരു കാര്യം ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ആദ്യം എന്തായിട്ട് ഉണ്ടാക്കിയാലും എൻ്റെ ഫസ്റ്റത്തെ ട്രിപ്പ് തന്നെ ചീറ്റി പോകാറാണ് പതിവ്. അത് എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ മധുരക്കട്ടല്ലേ എന്ന് വിചാരിച്ച് കൗത്തി അങ്ങോട്ട് ഒഴിച്ചെടുക്കുക. എങ്ങനെയായാലും മധുരം ആയതുകൊണ്ട് ഞാൻ തിന്നുന്നു, കോളായാലും തിന്നുന്നു. അത് കരുതിയാണ്ട് നമ്മളത് പിന്നെ നന്നാവില്ല നിങ്ങൾ വിചാരിച്ചരുത്. അത് നിങ്ങൾക്ക് തെറ്റിപ്പോയി. അതിനെ നമ്മൾ നന്നാക്കണമല്ലോ, അവിടെയാണല്ലോ നമ്മളെ കഴിവ് എടുക്കണത്. അതുകൊണ്ട് ആ കഴിവിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ആണെങ്കിൽ ഫോളോ ചെയ്ത് മുന്നോട്ട് പോരുക. മുന്നോട്ട് വരുമ്പോൾ ഇതുപോലത്തെ അടിപൊളി ഐറ്റം ഉണ്ടാവും. യൂട്യൂബിലാണെങ്കിൽ ലൈവായിട്ട് വീഡിയോ ഞാൻ ചെയ്യാറുണ്ട്. സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യത്തെ കുജിൽ തന്നെ നമ്മൾ പറഞ്ഞ തന്നെ മറിച്ചിട്ടും നോക്കുകയാണ്. അപ്പുറത്തെ കുജിക്ക് ചൂടെത്തിയിട്ടില്ല കുട്ടികളെ. ആ കുജിക്ക് ചൂടെത്തിയാലല്ലേ നമുക്ക് ഇവിടെ ചൂടാൻ പറ്റുള്ളൂ. അല്ലാതെ ചുട്ടതിനാൽ റെഡി ആവില്ലല്ലോ. നിങ്ങൾ എന്തെങ്കിലും കാട്ടിക്കാണ്ട് ആ വീഡിയോ ഒന്ന് വൈൻഡപ്പാക്കാൻ താത്താ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നില്ല. ഇച്ചന്നെ തോന്നുന്നുണ്ട് എത്ര കാട്ടണത്. ഞാൻ തന്നെ ഇപ്പോൾ അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ വീഡിയോക്ക് നോക്കി ഞാൻ പറഞ്ഞ് നിർത്തടി ഞാൻ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ വീഡിയോ സ്റ്റക്കാണ് മക്കളെ, സ്റ്റക്ക്. ഏതെങ്കിലും കൊളാകുള്ള ഐറ്റംസ് അല്ലേ കുറച്ച് അധികം കൊണ്ട് ഒഴിച്ചെടുക്കാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. മധുരക്കട്ട ആയതുകൊണ്ട് നമ്മൾ തിന്നും തന്നെയാണ് വീണ്ടും ആവർത്തിച്ച് നമ്മൾ പറയണം. പിന്നെ ബാങ്ക് കൊടുക്കണ്ടല്ലേ, അത് വീഡിയോയിലാണ് ബാങ്ക് കൊടുക്കണം, ഓഡിയോയിലല്ലട്ടെ ബാങ്ക് കൊടുക്കണം. ഞാൻ ഓഡിയോ എടുക്കണ വേറെ ടൈമിലാണ്, വീഡിയോ എടുക്കണ വേറെ ടൈമിലാണ്. വീഡിയോ എടുക്കണ ഇന്നലെയാണ്, അതായത് ഓഡിയോ എടുക്കണ ഇന്നാണ്. ഒരു ദിവസത്തെ മാറ്റമുണ്ട്. നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിച്ചാൽ ആ തത്ത എന്താ ബാങ്ക് കൊടുത്തിട്ട് ഇങ്ങോട്ട് ഇത് കടകടാന്ന് സംസാരിച്ച് അത് വീഡിയോയിലാന്ന് വീണ്ടും ആവർത്തിച്ച് പറയും. തെറ്റിദ്ധാരണകൾ നമ്മൾ തിരുത്തേണ്ടി വരും. അല്ലെങ്കിൽ തിരുത്തിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നട്ടം തിരിഞ്ഞ് കുറേ ആലോചിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ കുജപ്പത്തിലെ കുജ് ഒക്കെ നിറഞ്ഞിക്കണ്. അപ്പോൾ കുജപ്പത്തിൽ കുജാണ് നമ്മൾ കാണാത്തുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നായാൽ തന്നെ നമുക്ക് കജിനൊരു ഇത് കിട്ടണില്ല, നമ്മുടെ തൊള്ളക്ക് ഇങ്ങോട്ട് ഒതുങ്ങാൻ കഴിയാത്തൊരവസ്ഥ. കാരണം ഈ കുജപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ കൂടുതൽ നോക്കാൻ ഒക്കത്തിന് കുത്തി അങ്ങോട്ട് എടുക്കുക അല്ല. അപ്പം കുറേ നേരം ചട്ടിയിലിട്ട് കുത്തുന്നത് കാര്യമുണ്ടോ? ഒന്നെങ്കിലും തൊള്ളിക്കാണ്ട് വെന്തതാണെങ്കിൽ തിന്നും ചെയ്തിക്കണേ. ഇനിയിപ്പോൾ അടുത്ത് വന്നിട്ട് വേണം അടുത്ത് തിന്നാൻ. അങ്ങനെ തിന്നലും ചുടലും അതന്നെ ഇവിടെ നടക്കുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല. എന്നാലും ഉണ്ടാവുന്നു കണ്ടമാനം, എന്നാലും ഉണ്ടാവും. കുയ്യപ്പല്ല, അത് ചെറുതല്ലേ, അത് ഉണ്ണിയപ്പം നല്ലതിൻ്റെ പേരന്നെ, അതുകൊണ്ട് ഇത് ചെറുതല്ല. അതുകൊണ്ട് നമുക്ക് കുറേ ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് നമുക്ക് ഫസ്റ്റ് ചുടനൊക്കെ നമുക്കത് തിന്നല്ലാത്ത കാണുന്നത്. എനിക്കതൊന്നല്ല ഇടങ്ങേറ്. ഈ കുജ്ജ് തപ്പിയാൽ കാണൂലാന്ന്. കുജ്ജപ്പൊക്കെ റെഡിയായാൽ കാണുന്നു. ഇത് ഈ കൊഴിച്ചാൽ നേരത്ത് കുജ്ജും തപ്പി നമ്മൾ നടക്കണം ആ കോലാണെന്ന്. ചട്ടി കൊഴിച്ചാൽ നേരത്തില്ലാത്ത ഇൻട്രസ്റ്റ് ആണ് ഈ കുത്തിരിക്കാന്ന് പറഞ്ഞത്. എന്തോ ഒരു ഇൻട്രസ്റ്റ് അല്ലേ, തിന്നണ കാര്യമല്ലേ. എങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാതൊക്കെ ഇങ്ങൊക്കെ അങ്ങനെയല്ലേ. അപ്പം അത്രേ ഉള്ളൂ. വീഡിയോ വലിച്ചു നീട്ടി 2 ട്രിപ്പ് ഞാൻ ചുട്ടിട്ടുള്ളൂ. ചൂട്ട തന്നെയാണെങ്കിൽ ഒരു സേപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ. അതിങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ. ഇങ്ങനെയാണ് അറിയണം നുളയിൽ ചുത്തർക്കാൻ നമ്മൾ മൈദപ്പൊടി ഇട്ടുകാണ്ടാണ് ഇളക്കിയാണ് യോജിപ്പിച്ചത്. അപ്പം റെഡി ആയി കിട്ടുന്നു. ലാസ്റ്റ് അതൊക്കെ തന്നെ നമ്മൾ ചേച്ചേണ്ടേ. നമ്മളാ ചേച്ചുമ്പോൾ അത് റെഡി ആവുള്ളൂ. അല്ല നമ്മൾ നോക്കി കുത്തണം എത്താപ്പോൾ ഇതിങ്ങനെ അറിയണം നുളയിൽ ചുത്തറിട്ട് യാതൊരു കാര്യമില്ല. മൈദപ്പൊടി ഇട്ട് കജ്ജിട്ടും ഒക്കെ ഇളക്കിയാണ് യോജിപ്പിച്ച് തന്നെ. കൈപ്പുണ്യം ചെല്ലണമെങ്കിൽ കജ്ജിട്ട് അങ്ങോട്ട് ഇളക്കണം. അതിനാണ് ഈ കൈപ്പുണ്യം എന്ന് പറയണത്. അതുകൊണ്ട് നമ്മൾ നിരന്തരം ഇളക്കിയാണ്ട് റെഡിയാക്കിയപ്പോൾ കണ്ടത് വീർത്തൊക്കെ ഒന്ന് ഉരുണ്ട് വരാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുജ്ജപ്പത്തിന് കുജ്ജാണ് തിരഞ്ഞെടുത്ത് കാണാത്തത്. ബാക്കിയൊക്കെ നമ്മൾ റെഡിയാക്കി കൊണ്ടുവരുമ്പോൾ കുജ്ജ് കാണാനല്ലാന്ന് എത്ര കാട്ടങ്ങനെയൊക്കെ ആയ 5 കുജ്ജേ ഇതിനുള്ളൂന്ന്. ഉള്ള കുജ്ജനെ തിരഞ്ഞെടുക്കണം. ആ കോലത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് ലൈക്ക് അടിച്ച് കമൻറ്റ് ഇട്ട് ഷെയർ ചെയ്ത് കംപ്ലൈൻ്റ് അല്ല പഠിച്ചോനെ തെറ്റി കമൻറ്റ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പാക്കാണ്. ഇതിൻ്റെ ലോങ് വീഡിയോ ഒക്കെ ഉണ്ട് ഇവിടെ യൂട്യൂബിൽ ലൈവായി പോയിക്കൊണ്ട് നിന്നീനു. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് എന്നാണ് പറയുള്ളത്. എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവുന്ന പ്രതീക്ഷയോട് കൂടിയാണല്ലോ എല്ലായിടത്തും കൊണ്ടുപോയിട്ടുള്ളത്. എനിക്കറിയില്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമല്ലേ എന്നൊന്ന് എനിക്കിങ്ങനെ ഇടാൻ തോന്നി, അങ്ങനെ ഞാൻ ഇട്ടു. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ലൊരു ഐറ്റാണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. നിങ്ങൾക്ക് ശരിക്കും ഞാൻ കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തി എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നല്ല കുയ്യപ്പം ഇവിടെ റെഡി ആക്കും കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ വേറെ ലെവലായതുകൊണ്ട് നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റ്. ഞാൻ പറഞ്ഞൊന്നുമല്ല കേട്ടോ, നമ്മളെ അയലോക്കത്തെ കുട്ടികളൊക്കെ പറഞ്ഞു നല്ല രസമുണ്ട് താത്ത, നല്ല രസമുണ്ട്, നല്ല സൂപ്പറാണ്. കുട്ടികളും തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത പോലും തന്നെ ആദ്യം കുജ്ജപ്പോൾ ഞങ്ങൾക്ക് അതൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ കുട്ടികൾ. പിന്നെ ഓല് തിന്നലാണ് തുടങ്ങിയപ്പോൾ പാത്രം കാലിയായതിനെ കണ്ടില്ല ആ കോലത്തിൽ. അത് ഞാൻ ലൈവിൽ അവതരിപ്പിച്ചത്.